മറ്റു വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമാകുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ച് ഇപ്പോൾ അല്പസമയം മുമ്പാണ് അന്ത്യം സംഭവിച്ചത്. ആളുകളൊക്കെ കാര്യങ്ങൾ അറിഞ്ഞു വരുന്നതേ ഉണ്ടാവുള്ളൂ അല്ലേ? രഞ്ജിത്ത്, അല്പസമയം മുമ്പ് മാത്രമാണ് മരണം സ്ഥിരീകരിച്ചത്. ഇനി സംസ്കാര ചടങ്ങുകളൊക്കെ തീരുമാനം എടുത്തിട്ടില്ല. ബന്ധുക്കൾ തന്നെ അദ്ദേഹത്തെ മരണം വിവരങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. മിനിറ്റുകൾ മാത്രം മുമ്പാണ് മരണമുണ്ടായത്. അദ്ദേഹത്തിന് അസുഖമായി ചികിത്സയിലായിരുന്നു ആശുപത്രിയിൽ. അദ്ദേഹത്തിന് ചികിത്സ ഒരു ഘട്ടത്തിൽ ചികിത്സയോടെ അദ്ദേഹത്തിൻ്റെ ശരീരം പ്രതികരിക്കാൻ കഴിയാത്ത ഒരവസ്ഥ എത്തിയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ആശുപത്രി വിട്ട് അദ്ദേഹത്തെ വീട്ടിലേക്ക് മാറ്റിയത്. അതിനുശേഷം വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം ഉണ്ടായത്. ചികിത്സ കൊണ്ട് അദ്ദേഹത്തിന് രോഗമുക്തി നേടാൻ കഴിയുന്ന ഒരവസ്ഥയിൽ നിന്ന് അദ്ദേഹം കഴിഞ്ഞിരുന്നു. അതിനേക്കാൾ അപ്പുറത്തേക്ക് രോഗം മൂർച്ഛിക്കുന്ന ഒരവസ്ഥ എത്തിയിരുന്നു. ഇതേ തുടർന്നാണ് അദ്ദേഹത്തെ വീട്ടിലേക്ക് മാറ്റിയത്. വീട്ടിൽ അല്പസമയം മുമ്പാണ്, ഏകദേശം അരമണിക്കൂർ മുമ്പ് മാത്രമാണ് മരണം സംഭവിച്ചത്. സ്വാഭാവികമായും അദ്ദേഹത്തെ പോലെ ഒരു പ്രമുഖനായ സംവിധായകൻ്റെ മരണം ഉണ്ടാകുമ്പോൾ സമൂഹത്തിൻ്റെ നാനാതുറയിലുള്ള പ്രമുഖരായ ഒട്ടേറെ പേർ അന്ത്യോപചാരം അർപ്പിക്കാനായി എത്താനുള്ള സാധ്യതയുണ്ട്. അവർക്കൊക്കെ എത്താനുള്ള സമയം ഒക്കെ നൽകേണ്ടി വരും. അതൊക്കെ കൂടി കണക്കാക്കിയാവും പൊതുദർശനം എവിടെയെങ്കിലും ഉണ്ടോ എന്നതും കാര്യം തീരുമാനിക്കേണ്ടതുണ്ട്. തിരുവനന്തപുരത്ത് ആണ് ഇന്നത്തെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യമുണ്ടായത്. തിരുവനന്തപുരത്ത് തന്നെ എവിടെയെങ്കിലും പൊതുദർശനത്തിനുള്ള സംവിധാനം ഒരുക്കൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി തീരുമാനിക്കേണ്ടതാണ്. അത് തീരുമാനിച്ച ശേഷമാവും എപ്പോഴാണ് സംസ്കാരം എന്നതിലൊക്കെ തീരുമാനമുണ്ട്. എന്തായാലും നാളെ സംസ്കാരം എന്നുള്ള രീതിയിലാണ് ആലോചന വരുന്നതെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. അത് ഉറപ്പായും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തിയിട്ടില്ല. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ കൂടി ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു അന്തരീക്ഷത്തിലല്ല കുടുംബാംഗങ്ങൾ അടക്കം ഉള്ളത്. അത് ചർച്ച ചെയ്ത് ഉടൻ തന്നെ വിവരം അറിയിക്കും. സർക്കാരുമായും കൂടി ബന്ധപ്പെടേണ്ടതുണ്ട്. ചലച്ചിത്ര അക്കാദമിയുടെയുമായൊക്കെ ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഇപ്പോൾ വീട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. അവർ കൂടി വീട്ടുകാരുമായി സംസാരിച്ച ശേഷമാവും സംസ്കാര ചടങ്ങുകളൊക്കെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുക. എന്തായാലും ആളുകൾക്കും ചലച്ചിത്ര മേഖലയിലെ പ്രമുഖർക്കും സർക്കാരിനുമെല്ലാം അന്ത്യോപചാരം അർപ്പിക്കാനുള്ള സംവിധാനം കൂടി ഒരുക്കാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോഴുള്ളത്. അത്തരം തീരുമാനങ്ങളൊക്കെ ഇനി ഉടൻ, അത് എവിടെ വേണം, എത്ര സമയത്ത് അതിന് വേണം, ഏത് സമയത്ത് അദ്ദേഹത്തെ അടക്കണം, അത്തരം കാര്യങ്ങളൊക്കെ ഉടൻ തന്നെ തീരുമാനം എടുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഷാജി എൻ കരുൺ 73-ാമത്തെ വയസ്സിൽ മലയാള ചലച്ചിത്ര ലോകത്തെ, ആസ്വാദക ലോകത്തെ വിട്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ വാർത്ത. മലയാള സിനിമയുടെ പ്രശസ്തി അന്താരാഷ്ട്ര തലത്തിൽ നിരവധി ഫെസ്റ്റിവലിൽ മലയാള സിനിമയെ പ്രദർശിപ്പിച്ച, നിരവധി പുരസ്കാരങ്ങൾ വാങ്ങിക്കൂട്ടിയ, ഒരുപക്ഷെ മലയാള സിനിമയുടെ അന്താരാഷ്ട്ര വേദികളിലെ മുഖമെന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഏറെ പ്രാഗൽഭ്യമുള്ള ഒരു പ്രതിഭയായിരുന്നു ശ്രീ ഷാജി എൻ കരുൺ എന്ന കാര്യത്തിൽ സംശയമില്ല. അല്പം മുമ്പാണ് അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത. വളരെ പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ആരും അങ്ങനെ അദ്ദേഹത്തിന് ഇത്ര പെട്ടെന്നൊരു വിടവാങ്ങൽ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം ആരോഗ്യവാനായി തന്നെ ചലച്ചിത്ര ലോകത്ത് സിനിമാ ഫെസ്റ്റിവലിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമ്മൾ കണ്ടതാണ്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്ന രീതിയിൽ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട പങ്കാളിത്തം വളരെ ആക്റ്റീവായി തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഏതായാലും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. ഈ കേൾക്കുന്ന ആളുകൾക്കൊക്കെ വല്ലാതെ ഞെട്ടുന്ന ഒരു വാർത്തയാണ്, സംശയമില്ല. ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു അന്ത്യം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു വരുന്നു എന്നൊക്കെയുള്ള രീതിയിലുള്ള കാര്യങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉണ്ടായിരുന്നു. അദ്ദേഹം റിക്കവർ ചെയ്ത് വരുന്നു എന്നൊക്കെ ആയിരുന്നു വാർത്തകൾ പുറത്തു വന്നിരുന്നത്. ഇപ്പോൾ പക്ഷേ അന്ത്യം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യമായി നൽകാനുള്ളത്. അല്പം മുമ്പാണ് ഈ വാർത്ത പുറത്തു വന്നത്. ഇപ്പോഴും അദ്ദേഹവുമായി ബന്ധപ്പെട്ടവർ, നമുക്കറിയാം വലിയ സൗഹൃദ വലയമുള്ള, കലാരംഗത്ത് ഒരുപാട് ബന്ധങ്ങളുള്ള ഒരു കലാകാരൻ കൂടി, സംവിധായകനും ഛായാഗ്രാഹകനും കൂടിയാണ് ഷാജി എൻ കരുൺ. അദ്ദേഹത്തിൻ്റെ ശിക്ഷകണങ്ങൾ തന്നെ അനവധി ആളുകളുണ്ട്. അവരൊക്കെ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ അന്ത്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം അത്തരത്തിൽ തന്നെയാണ്. മറ്റു കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സംസ്കാരം സംബന്ധിച്ച്, പൊതുദർശനം സംബന്ധിച്ചൊക്കെയുള്ള വിവരങ്ങളിലും ലഭ്യമായി വരേണ്ടതുണ്ട്. അതും എത്രയും പെട്ടെന്ന് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. അല്പം മുമ്പാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്. കിരൺ ബാബു തുടരുന്നുണ്ട്. കിരണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം ഈ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിരുന്നതാണ്. അന്ന് ഈ വരുന്ന ഡെലിഗേറ്റുകളുടെയൊക്കെ ചില സംശയങ്ങൾ, ചില ചിത്ര പ്രദർശനങ്ങളൊക്കെ നടന്നപ്പോൾ അവിടെ ഓരോന്നും കൃത്യമായി വിവരിച്ചു കൊടുക്കാനും ഒക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അവിടെ വളരെ ആക്റ്റീവായിരുന്നു അദ്ദേഹം. വളരെ പെട്ടെന്നാണോ അസുഖബാധിതനായത്, അതോ നേരത്തെയുള്ള അസുഖം മൂർച്ഛിച്ചാണോ?
രഞ്ജിത്ത് കഴിഞ്ഞ കുറച്ചു കാലമായി അദ്ദേഹം കഴിഞ്ഞ ഒരു വർഷം മുമ്പ് വരെ അദ്ദേഹത്തിന് അങ്ങനെ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ളതായി അറിവില്ല. അദ്ദേഹം പൊതുരംഗത്തൊക്കെ സജീവമായി തന്നെ സിനിമാ മേഖലയിലും എല്ലാം നിന്ന ഒരാൾ കൂടിയാണ്. അവസാന കാലം എപ്പോഴാണ് രോഗം സ്ഥിരീകരിച്ചതെന്ന് നമുക്കും കൃത്യമായി അറിയില്ല. എന്തായാലും കഴിഞ്ഞ കുറച്ചു കാലമായി അദ്ദേഹം രോഗാവസ്ഥയിലായിരുന്നു. അദ്ദേഹത്തിന് പൊതുവേദികളിൽ നിന്നും സിനിമയുടെ പ്രധാനപ്പെട്ട വേദികളിലൊന്നും അദ്ദേഹം ഉണ്ടായിരുന്നില്ല. ആ സമയത്തൊക്കെ അദ്ദേഹം ചികിത്സയിലായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളും രൂക്ഷമായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹത്തിൻ്റെ ആരോഗ്യം വളരെ മോശമാകുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തിയിരുന്നു. അങ്ങനെ അദ്ദേഹം ആശുപത്രിയിലായിരുന്നു. ആശുപത്രിയിൽ രോഗത്തോട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി മരുന്നിനോട് പ്രതികരിക്കാൻ കഴിയുന്ന ഒരു ആരോഗ്യസ്ഥിതിയിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കൂടി ആഗ്രഹപ്രകാരം ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് അദ്ദേഹത്തെ മാറ്റിയത്. ആശുപത്രിയിൽ ഒരു വിദഗ്ധ ചികിത്സ നൽകി അദ്ദേഹത്തിൻ്റെ രോഗത്തിൽ നിന്ന് മുക്തി നേടുക എന്നുള്ളത് ഏറെക്കുറെ അസാധ്യമായ ഒരു ഘട്ടം കൂടിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരം തന്നെയാണ് വീട്ടിലേക്ക് മാറ്റിയത് എന്നാണ് അറിയുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു അല്പസമയം മുമ്പ് അന്ത്യം ഉണ്ടായത്. 73 വയസ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ രോഗം ഒരാൾക്ക് പ്രത്യേകിച്ച് വിട പറയാൻ പറ്റിയ ഒരു പ്രായമായിരുന്നില്ല. ഇനിയും അദ്ദേഹത്തിൽ നിന്ന് സിനിമയിൽ ഒട്ടേറെ സംഭാവനകൾ മലയാള സിനിമയ്ക്ക് ക്രിയാത്മകമായി ലഭിക്കേണ്ട, അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയ്ക്കൊക്കെ ലഭിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. ആ തരത്തിലേക്ക് ലോക സിനിമയിൽ പരിചയവും അല്ലെങ്കിൽ ആഴത്തിലുള്ള സിനിമയിലുള്ള അറിവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. മലയാള സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിൽ അരവിന്ദനോടൊപ്പം പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അത്രത്തോളം മലയാള സിനിമയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ സമാന്തര സിനിമയിൽ മാറ്റിയ രംഗത്തിന് മുന്നിൽ നിന്ന ഛായാഗ്രാഹകൻ എന്ന നിലയ്ക്കാലും സംവിധായകൻ എന്ന നിലയ്ക്കാലും എല്ലാം വലിയ സംഭാവനകൾ നൽകുകയാണ്. അതിനേക്കാളൊക്കെ ഉപരി ഈ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഇത്തരം ഒരു മാനം നൽകുവാൻ വേണ്ടിയും കേരള ചലച്ചിത്ര അക്കാദമിയൊക്കെ ചലച്ചിത്രത്തിന് വേണ്ടിയും സിനിമയ്ക്ക് TV-ക്ക് വേണ്ടിയും ഒക്കെ ഒരു അക്കാദമി തുടങ്ങുക. ആ അക്കാദമി കൊണ്ട് ചലച്ചിത്ര മേഖലയിലേക്ക് പുതിയ ലോക നിലവാരത്തിലേക്ക് നമ്മുടെ സിനിമാ മേഖലയെ ഉയർത്തുക, അത്തരം വിപ്ലവകരമായ രീതിയിൽ ചിന്തിക്കുകയും അത്തരം കാര്യങ്ങളൊക്കെ നടപ്പാക്കുകയും ഒക്കെ ചെയ്ത ഒരാൾ കൂടിയായിരുന്നു TK രാമകൃഷ്ണൻ. സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു ആശയം കേരളത്തിലേക്ക് കൊണ്ടുവരികയും ആ ആശയം ഫലപ്രദമായി നടപ്പാക്കുകയും ഒക്കെ ചെയ്തത്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ഇപ്പോൾ സമാനമായ രീതിയിലേക്ക് അത്തരം ആശയങ്ങളൊക്കെ നടപ്പാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇത്തരം സിനിമാ മേഖലയിൽ എങ്ങനെയാവണം സിനിമയെ മാറ്റേണ്ടത്, സർക്കാരുകൾ എങ്ങനെയാണ് സിനിമ എന്നുള്ള ഒരു കലാരൂപത്തിൽ ഇടപെടേണ്ടത്, അതിനെ പോസിറ്റീവായി എങ്ങനെ മുന്നോട്ട് നയിക്കാം, അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു ദീർഘവീക്ഷണം ഉണ്ടായിരിക്കുകയും ആ ദീർഘവീക്ഷണത്തിനെ പ്രായോഗിക തലത്തിൽ എത്തിക്കാൻ കഴിയുകയും ഒക്കെ ചെയ്ത, അത് വിജയിപ്പിച്ച തെളിവുകൾ മുന്നിൽ നിരത്തി തന്നെയാണ് ശ്രീ ഷാജി കരുൺ മടങ്ങുന്നത്. സിനിമയിലും ഛായാഗ്രഹണ മേഖലയിലും സംവിധാനത്തിലും എങ്ങനെയാണോ തൻ്റെ പ്രതിഭ കൊണ്ട് കയ്യപ്പെട്ടത്, അതുപോലെ തന്നെ സിനിമയുടെ ആകെ വളർച്ചയ്ക്കും പഠനത്തിനും ഒക്കെ അദ്ദേഹം ആ മേഖലയിൽ കൂടി അദ്ദേഹത്തിൻ്റെ പ്രതിഭ കൊണ്ട് കയ്യപ്പെട്ട ശേഷമാണ് ഇപ്പോൾ ഷാജി കരുൺ മടങ്ങുന്നത്. എക്കാലത്തും ലോകത്തെ ഏത് പ്രധാനപ്പെട്ട ഫിലിം ഫെസ്റ്റിവലിനൊക്കെ ചെന്നാലും മലയാളത്തിന് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുന്ന പ്രധാനപ്പെട്ട പേരുകളാണ് ഇപ്പോൾ അടൂർ ഗോപാലകൃഷ്ണനായാലും ഷാജി കരുണായാലും അരവിന്ദനായാലും ഒക്കെ ആ തരത്തിൽ പറയാൻ കഴിയുന്ന പേരുകൾ തന്നെയാണ്. അന്താരാഷ്ട്ര തലത്തിൽ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലെ പ്രധാന സംവിധായകരൊക്കെ നേരിട്ട് പരിചയമുണ്ടായിരിക്കും, അവരുമായിട്ടൊക്കെ ബന്ധമുള്ള ഒരാൾ കൂടിയായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ ഫിലിം ഫെസ്റ്റിവലിനുമൊക്കെ അത്തരം ആളുകളെയൊക്കെ കേരളത്തിലേക്ക് എത്തിക്കാനും അവരുടെ സിനിമകൾ കേരളത്തിലേക്ക് എത്തിക്കാനും ലോകത്തെ തന്നെ പ്രധാനപ്പെട്ട ഫിലിം ഫെസ്റ്റിവലിൽ ഏറ്റവും മെച്ചപ്പെട്ട ഏറ്റവും മികച്ച സിനിമകൾ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഏറ്റവും മികച്ച സിനിമകൾ പ്രദർശിപ്പിക്കുന്ന ഒരു ഫെസ്റ്റിവലായി തിരുവനന്തപുരം അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിനെ മാറ്റാൻ കഴിഞ്ഞത് ഇതേപോലെയുള്ള ഷാജി കരുണിനെ പോലെയുള്ള അല്ലെങ്കിൽ അടൂർ ഗോപാലകൃഷ്ണനെ പോലെയുള്ള ആളുകളൊക്കെ ഈ ഇതിൻ്റെ തലപ്പത്ത് നിൽക്കുകയും അവർക്ക് ലോക സിനിമാ മേഖലയിൽ ഉള്ള പരിചയം, ലോകത്തിൻ്റെ ഏതെല്ലാം ഭാഗങ്ങളിലാണ് സിനിമ മാറുന്നത്, അവിടെ ആരൊക്കെയാണ് പ്രധാനപ്പെട്ട സംവിധായകർ, അത്തരം ആളുകളുമായിട്ടുള്ള പരിചയവും തിരിച്ചറിഞ്ഞ് അവരെയൊക്കെ കേരളത്തിലേക്ക് എത്തിക്കാനും അവരുടെ സിനിമകൾ എത്തിക്കാനും ഒക്കെ കഴിഞ്ഞതാണ്. അതൊക്കെ കൊണ്ടാണ് അത്തരം സിനിമകൾ കാണാൻ മലയാളിക്ക് അവസരം ലഭിക്കുകയും ഇപ്പോഴാണ് മറ്റ് സംവിധാനങ്ങളിലൂടെ സിനിമ കാണാൻ അവസരം ലഭിക്കുന്നത്. മുമ്പ് അത്തരം അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല. മലയാളത്തിലെ പ്രധാനപ്പെട്ട ചലച്ചിത്ര വിദ്യാർത്ഥികൾക്കായാലും സംവിധായകർക്കായാലും ചലച്ചിത്ര മേഖലയിൽ സിനിമയെ വളരെ ഗൗരവത്തോടു കൂടി കാണുന്ന മനുഷ്യർക്കൊക്കെ അത്തരം സിനിമകൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നടക്കുന്ന സിനിമയിലെ വലിയ മാറ്റങ്ങൾ പരിചയപ്പെടുത്താൻ ഒക്കെ കഴിഞ്ഞു. അവർക്ക് അത്തരം പരിചയങ്ങളിലൂടെ അവരുടെ സിനിമയെ വികസിപ്പിക്കാനും ഒക്കെ കഴിഞ്ഞു എന്ന് പറയുന്നത് മലയാള സിനിമയുടെ പുതിയ സാധ്യതകളിലേക്ക് മലയാള സിനിമ പോയതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് ഈ ചലച്ചിത്ര മേളകൾക്കൊക്കെ ഉണ്ട്. അവിടെ വന്ന സിനിമകൾക്കുമൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്യാൻ കഴിഞ്ഞു എന്നത് എല്ലാ കാലത്തേക്കും, ഇവർ ജീവിച്ചിരുന്ന കാലത്തേക്ക് മാത്രമല്ല വരും കാലത്തേക്കുള്ള മലയാള സിനിമയെ കൂടി മുന്നിലേക്ക് നയിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ ദീർഘദർശനം വളരെ പ്രധാനമായിരുന്നു എന്ന് വേണം പറയാൻ. കിരണ്